നമസ്കാരം, ഞാൻ ഡോക്ടർ സാംബി എബ്രഹാം. സത്വരി എന്ന് പറയുന്നത് ഒരു നിമിഷ കാഴ്ച മാത്രമാണ്. പ്രപഞ്ചീയതയുടെ അടുത്തെത്തി എല്ലാം വീണ്ടും നഷ്ടമാവുന്നു. നമ്മൾ വീണ്ടും പഴയ ആളല്ലായിരിക്കുന്നു. പിന്നെ ഒരിക്കലും നമ്മൾ പഴയ ആളായിരിക്കുകയില്ല. ഇപ്പോൾ നമ്മളൊരിക്കലും പഴയ ആളല്ല. നമുക്കത് ഓർക്കാൻ കഴിയുമെങ്കിൽ ആ നിമിഷത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാൻ സാധിച്ചാൽ അതൊരു ക്ഷണപ്രഭം മാത്രമാണ്. കാരണം അത് പിന്നെ നമ്മൾ സമാധി സംഭവിക്കുന്ന നിമിഷം അത് ഓർമ്മിക്കാനായി നമ്മളവിടെ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ജ്ഞാതാവിന് ഈ മിലനാട്ടത്തെ ഒരു സ്മരണയെ സൂക്ഷിക്കാൻ കഴിയും. അയാൾക്ക് അതിനെ താലോലിക്കാം, അതിനെ കാക്ഷിക്കാം, ആഗ്രഹിക്കാം. എന്നാൽ വീണ്ടും അയാൾ അവിടെയുണ്ട്. ആ ക്ഷണപ്പം അനുഭവിച്ചവൻ, അത് വീക്ഷിച്ചവൻ അവിടെ തന്നെയുണ്ട്. അതൊരു ഓർമ്മയായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ സ്മരണ വീണ്ടും നമ്മളെപ്പോഴും നിൽക്കും, നമ്മളതിനെ അനുഗമിക്കും. എന്നാൽ സമാധി ഉണ്ടാകുന്ന നിമിഷം അത് ഓർമ്മിക്കുവാനായി നമ്മളവിടെ ഉണ്ടായിരിക്കുകയില്ല. കാരണം സമാധി ഒരിക്കലും സ്മരണയുടെ ഭാഗമായിരിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്ന വ്യക്തി അവിടെ ഉണ്ടായിരിക്കുകയില്ല. ആ പഴയ മനുഷ്യനോട് ഇല്ലായിരിക്കുന്നു, പുതിയൊരാൾ വന്നിരിക്കുന്നു. ഈ രണ്ടുപേരും ഒരിക്കൽ കണ്ടിട്ടില്ല. അതിൽ സ്മരണ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പഴയത് പോയി പുതിയത് വന്നിരിക്കുന്നു. അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചിട്ടില്ല. കാരണം പഴയത് പോകാൻ ശേഷമേ പുതിയതിന് വരാൻ കഴിയൂ. അപ്പോൾ അതിൽ ഓർമ്മയായി മാറും. അതിനുവേണ്ടിയുള്ള ആകാംക്ഷ, അഭിവാഞ്ച, അതിനുള്ള പ്രത്യാസക്തി ഇവയൊന്നും ഉണ്ടാകുകയില്ല. നമ്മൾ എന്തിനാണോ അവസ്ഥയിൽ നമ്മൾ തന്നെ സ്വസ്ഥനാവുന്നു, കമ്മിക്കാനായി ഇവിടെ ഒന്നും ഉണ്ടാകുകയില്ല. നമ്മൾ കാമനെ വിഗ്രഹിച്ചു കഴിഞ്ഞു എന്നല്ല, കാമിക്കാൻ കഴിയുന്ന ഒരുവനോട് അവശേഷിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ അതിനെ കാമനില്ലായ്മയാവുന്നു. കാമനയില്ലാത്തൊരവസ്ഥയില്ലാതെ കാമനയില്ലായ്മയാവുന്നു. കാരണം കാമിക്കാൻ കഴിയുന്ന ആൾ അവിടെ ഇല്ല. അവിടെ യാതൊരു അഭിവാഞ്ചയില്ല, ഭാവിയില്ല. കാരണം ഭാവി സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ അഭിവാഞ്ചകളിലൂടെയാണ്. നമ്മളുടെ കാമനകളുടെ ഒരു പ്രക്ഷേപണമാണത്. നമുക്ക് ഭാവിയില്ലെങ്കിൽ നമ്മൾ മരിക്കാൻ പോവുകയാണെന്ന് നമുക്കറിയാമെങ്കിൽ ഭൂതകാലത്ത് ഓർമ്മിക്കേണ്ട ആവശ്യമുണ്ടാകുകയില്ല. അപ്പോൾ നമ്മുടെ പേര് പോലും ഓർമ്മിക്കേണ്ട ആവശ്യമുണ്ടാകുന്നില്ല. കാരണം ഭാവി ഉണ്ടെങ്കിൽ മാത്രമേ പേരിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ. സമാധി സംഭവിക്കുന്ന നിമിഷം ഭാവി അസ്തിത്വരഹിതമായി അങ്ങനെയൊന്നില്ല. വർത്തമാന നിമിഷം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുമാത്രമാണ് ഒരു കാലം. യാതൊരു ഭൂതകാലം അവശേഷിക്കുന്നില്ല. ഭൂതവും ഭാവിയും ഇല്ലാതായിരിക്കുകയാണ്. ആ നിമിഷമായ അസ്തിത്വം സമ്പൂർണ്ണ അസ്തിത്വത്തിലാണ്. നമ്മൾ ആ നിമിഷത്തിലാണ്. അതിൽ നിന്ന് നമ്മൾ വിഭിന്നമായൊരു ഉണ്മയായിട്ടല്ല. നമ്മൾ അതിൽ നിന്ന് വിഭിന്നയാകാനോ, കാരണം ഭൂതമോ ഭാവിയോ മൂലമാണ് നമ്മൾ സമ്പൂർണ്ണ അസ്തിത്വത്തിൽ നിന്ന് വ്യത്യസ്തനായിത്തീരുന്നത്. നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലുള്ള ഏകപ്രതിബന്ധം നിങ്ങളിലേക്ക് അനുഭവിച്ചു കിടക്കുന്ന ഭൂതവും ഭാവിയുമാണ്. ഈ ഭൂതവും ഭാവിയുമല്ല, നമ്മൾ വർത്തമാനത്തിലാണ് എന്നല്ല, മറിച്ച് വർത്തമാനം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.